മഹാഭാരതത്തിലെ ഏറ്റവും ശക്തരായ യോദ്ധാക്കളിൽ ഒരാളായിരുന്നു സൂര്യപുത്രൻ കർണൻ. അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്ന ഏറ്റവും വലിയ അഭിമാനവും അദ്ദേഹത്തെ അജയ്യനാക്കിയ ആയുധവുമായിരുന്നു വിജയധനുഷ്. ഈ വില്ല് നിർമ്മിച്ചത് ത്രിലോകങ്ങളുടെ ശില്പിയായ വിശ്വകർമാവാണ്. അദ്ദേഹം ഈ വില്ല് ആദ്യമായി നിർമ്മിച്ചത് മഹാദേവന് വേണ്ടിയിട്ടാണ്. പിന്നീട് കർണന്റെ ഗുരുവായിരുന്ന ഭാർഗവരാമൻ എന്ന പരശുരാമൻ ഈ വില്ല് അദ്ദേഹത്തിന് സമ്മാനമായി നൽകി. വിജയധനുഷ് അസാധാരണമാം വിധം ശക്തിയേറിയതായിരുന്നു. ഈ വില്ല് കൈവശം വെക്കുന്നവർക്ക് യുദ്ധത്തിൽ ഏകദേശം അജയ്യനായി മാറാൻ കഴിയുമായിരുന്നു. ശത്രുക്കളുടെ ഹൃദയത്തിൽ ഭയം ജനിപ്പിക്കാൻ അതിന്റെ രൂപമൊന്ന് കാണുന്നത് തന്നെ മതിയായിരുന്നു. കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭീഷ്മർക്കും ദ്രോണർക്കും ശേഷം ദുര്യോധനന്റെ സൈന്യാധിപനായി ചുമതലയേറ്റ കർണൻ ഈ ദിവ്യവില്ല് സ്ഥിരമായി ഉപയോഗിച്ചു. വിജയധനുസ് കയ്യിലേന്തിയപ്പോൾ കർണൻ ഏതാണ്ട് അജയ്യനായി മാറി. എന്നാൽ അതിന്റെ പരമമായ ശക്തി ഉണ്ടായിട്ടും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ തന്ത്രവും അർജുനന്റെ കഴിവും കാരണം ഒടുവിൽ കർണൻ പരാജയപ്പെട്ടു. അർജുനന്റെ ഗാന്ധീവത്തെക്കാളും കൂടുതൽ ശക്തിയും അജയ്യതയും വിജയധനുസിനുണ്ടായിരുന്നു. ഒടുവിൽ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ 17-ാം ദിവസം വന്നെത്തി. അർജുനനുമായുള്ള അന്തിമ പോരാട്ടം. തന്റെ എല്ലാ ആത്മവിശ്വാസവും ശാപത്തെക്കുറിച്ചുള്ള ഭയവും മാറ്റിവെച്ച് യുദ്ധം ആവശ്യപ്പെട്ട ആ നിമിഷം കർണൻ വിജയധനുസ് എടുത്തുയർത്തി. ഞാൻ വലിച്ചപ്പോൾ വില്ലിൽ നിന്ന് ഇടിമുഴക്കം പോലുള്ള ശബ്ദവും മിന്നൽ പിണർ പോലുള്ള പ്രകാശവും ഉണ്ടായി. കർണൻ പൂർണ്ണമായും അജയ്യനായി മാറി. അർജുനന്റെ ഗാന്ധീവത്തെ പോലും നിഷ്പ്രഭമാക്കിക്കൊണ്ട് കർണൻ യുദ്ധക്കളത്തിൽ താണ്ഡവമാടി. അർജുനനെ തളർത്താൻ ഈ വില്ലിന്റെ ശക്തിക്ക് കഴിഞ്ഞു. ഇത് കണ്ട ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, പാർത്ഥ, കർണൻ ഈ വിജയധനുസുമായി പോരാടുന്നിടത്തോളം കാലം നിനക്ക് അവനെ തോൽപ്പിക്കാൻ കഴിയുകയില്ല. അവന്റെ ശക്തിക്ക് ഒരു തടസ്സം വരുന്ന ഒരൊറ്റ നിമിഷം മാത്രമേ ഉള്ളൂ. അതാണ് നിന്റെ അവസരം. അങ്ങനെ കർണന്റെ തേരിചക്രം മണ്ണിൽ പൂണ്ടു. ആ ബ്രാഹ്മണന്റെ ശാപം ഫലിച്ചു. തേരിചക്രം ഉയർത്താൻ ശ്രമിക്കുന്നതിനിടയിൽ യുദ്ധത്തിൽ ശ്രദ്ധ തെറ്റുകയും ശക്തി കുറയുകയും ചെയ്ത കർണന്റെ കൈകളിൽ നിന്ന് വിജയധനുസ് ഒരൽപ്പം അകന്നു. ആ നിരായുധമായ നിമിഷം വിജയധനുസ് അദ്ദേഹത്തിന് തുണയാവാതെ പോയി. ശ്രീകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം അർജുനൻ ഒടുവിൽ കർണനെ വധിച്ചു. ലോകം കണ്ട ഏറ്റവും വലിയ യോദ്ധാക്കളിൽ ഒരാൾ യുദ്ധകളത്തിൽ വീണു. യുദ്ധം അവസാനിച്ച ശേഷം വിജയധനുസ് എന്ന ദിവ്യമായ വില്ല് അതിന്റെ വീരനായകനായ കർണന്റെ ഓർമ്മകൾ മാത്രം പേറി യുദ്ധഭൂമിയിൽ നിശ്ചലമായി. പിന്നീട് യുദ്ധശേഷം അതിന്റെ മുൻ ഉടമയും ഗുരുനാഥനുമായ പരശുരാമന്റെ ആശ്രമത്തിലേക്ക് സുരക്ഷിതമായി എത്തിച്ചേർന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. അവിടെ പരശുരാമന്റെ കൈകളിൽ വിജയധനുസ് വീണ്ടും വിശ്രമിച്ചു. കർണൻ എന്ന വീരപുരുഷന്റെ ഓർമ്മകൾ മാത്രം പേറി. ആ ദിവ്യായുധം ഇന്നും അതിന്റെ ഗാംഭീര്യം നിലനിർത്തുന്നു. ലോകത്തിലെ ഏറ്റവും അജയമായ വില്ലുണ്ടായിട്ടും ശാപവും ദുർബലമായ ഒരൊറ്റ നിമിഷം കാരണം കർണൻ പരാജയം ഏറ്റുവാങ്ങി. വിജയധനുസിന്റെ കഥ വെറും ശക്തിയുടെ കഥയല്ല, മറിച്ച് വീരനായ ഒരു മനുഷ്യന്റെ തെറ്റുകളും വിധിയും തമ്മിലുള്ള പോരാട്ടത്തിന്റെ കഥയാണ്. വിജയധനുസിന്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ജയ് ശ്രീ രാധാകൃഷ്ണ. രാധേ രാധേ.